என்ன എങ്കയോ പാത്രക്ക് ചൊല്ലിയേ ഇന്നുമാ എന്നെ തെരിയലേ. കുറച്ച് സിനിമാറ്റിക്കായി പറഞ്ഞാൽ ചിന്നസ്വാമിയിൽ ഏതാണ്ട് വിജയമുറപ്പിച്ചു നിന്ന RCBയുടെ ആഘോഷം ഡേവിഡ് മില്ലർ തട്ടിയെടുക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ മുഖത്തൊരു രൂപം മിന്നി മറഞ്ഞിരിക്കും. 13 വർഷങ്ങൾക്ക് മുന്നാടി മൊഹാലിയിൽ തങ്ങളെ ഒറ്റയ്ക്ക് കത്തിച്ച ഒരു പവർ ഹൗസിനെ. വർഷം 2013. മൊഹാലിയിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും കിങ്സ് 11 പഞ്ചാബും ഏറ്റുമുട്ടുന്നു. RCBയിൽ അത് ക്രിസ് ഗെയിലും AB ഡിവില്ലിയേഴ്സുമെല്ലാം നിറഞ്ഞാടുന്ന കാലമാണ്. ക്യാപ്റ്റൻ യൗവനത്തിൻ്റെ ചോരത്തിളപ്പുള്ള വിരാട് കോഹ്ലി. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത് ബംഗളൂരു ഉയർത്തിയത് 190 റൺസ്. 33 പന്തിൽ 61 റൺസ് എടുത്ത ഗെയിൽ തന്നെയായിരുന്നു ഹീറോ. പഞ്ചാബ് മറുപടി ബാറ്റിങ്ങിനിറങ്ങി. മോശം തുടക്കം. ഒരാളും വെല്ലുവിളി ഏറ്റെടുത്തില്ല. മുൻനിരയിൽ എല്ലാവരും നിരാശപ്പെടുത്തിയാണ് തിരിഞ്ഞു നടന്നത്. 10 ഓവർ തീരുമ്പോൾ പഞ്ചാബിൻ്റെ സ്കോർ 64-4. അഥവാ ഇനിയുള്ള 10 ഓവറിൽ 130 റൺസോളം അടിക്കണം. കാര്യമായ ബാറ്റർമാർ ഇനി വരാനുമില്ല. പക്ഷേ അന്നധികം ആർക്കും അറിയാത്ത ഒരാൾ ഒരറ്റത്തെ ഗ്രീസിലുണ്ട്, ഡേവിഡ് മില്ലർ. ദക്ഷിണാഫ്രിക്കയ്ക്കായി ഏതാനും മത്സരങ്ങൾ മാത്രം കളിച്ച മില്ലറെ പഞ്ചാബ് ആ ലേലത്തിൽ കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ ഏതാണ്ട് ആഘോഷം തുടങ്ങിയ RCBയെ അയാൾ ഒറ്റയ്ക്ക് നിന്നങ്ങ് കത്തിക്കുകയാണ്. ആദ്യം അടിച്ചു തുടങ്ങിയപ്പോൾ ഇതെത്ര വരെ പോകുമെന്ന ചോദ്യമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ മില്ലർ അടി നിർത്തിയില്ല. തൻ്റെ ബോളർമാരെ കോഹ്ലി മാറി മാറി എറിയിച്ചെങ്കിലും എല്ലാവരും ആ 23-കാരൻ്റെ അടിയേറ്റു പൊളഞ്ഞു. അതിനിടയിൽ 41 റൺസിൽ നിൽക്കെ മില്ലറുടെ ഒരു ക്യാച്ച് കോഹ്ലി വിട്ടുകളയും ചെയ്തു. അതിന് കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ്. ഒറ്റക്കടിച്ച മില്ലർ 38 പന്തുകളിൽ സെഞ്ചുറി പൂർത്തിയാക്കി പഞ്ചാബിനെ ഒറ്റക്ക് തോളിലേറ്റി വിജയതീരത്തെത്തിച്ചു. കോഹ്ലി ചുവന്ന മുഖവുമായി അത് നോക്കി നിന്നു. താൻ IPLൽ കണ്ട ഏറ്റവും മികച്ച ഇന്നിങ്സ് ഇതാണെന്നാണ് മത്സരശേഷം കോഹ്ലി പറഞ്ഞത്. കാലം മുന്നോട്ട് പോയി. 13 വർഷങ്ങൾക്കിപ്പുറം ചിന്നസ്വാമിയിൽ മറ്റൊരു പോരാട്ടം. കോഹ്ലി ഇന്നും RCBയിലുണ്ട്. മില്ലർ പല ദേശങ്ങൾ കടന്നിപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിലാണ്. ആദ്യം ബാറ്റ് ചെയ്ത RCB ഉയർത്തിയത് 175 റൺസ് മാത്രം. പക്ഷേ ഭുവനേശ്വർ കുമാർ വിൻറ്റേജ് ഫോമിലേക്ക് ഉയർന്നതോടെ ഡൽഹിയുടെ മുൻനിര ഒന്നാകെ പതുങ്ങി. പക്ഷേ KL രാഹുൽ ഒരറ്റത്ത് പൊരുതി ഡൽഹിക്ക് അടിത്തറയിട്ടു. മധ്യനിരയിൽ ട്രിസ്റ്റൻ സ്റ്റബ്സ് പിടിച്ചു നിന്നെങ്കിലും വേഗത പോരായിരുന്നു. പിന്തുണ കൊടുത്ത അക്സർ പട്ടേലാകട്ടെ റിട്ടയർഡ് ഹർട്ടായി മടങ്ങി. 16 ഓവർ തീരുമ്പോൾ ഡൽഹി 135-4. പക്ഷേ 17-ാം ഓവർ എറിയാനെത്തിയ ഹേസൽവുഡ് എന്താണ് തൻ്റെ ക്ലാസ് എന്ന് കാണിച്ചു. ആ ഓവറിൽ പറഞ്ഞത് വെറും 4 റൺസ് മാത്രം. മൊമെൻറ്റം RCBയിലേക്ക് തിരിഞ്ഞു. അക്സറിന് പകരം ക്രീസിലെത്തിയ ഡേവിഡ് മില്ലർക്കാകട്ടെ വലിയ ഹിറ്റുകൾക്ക് സാധിച്ചതുമില്ല. ഭുവനേശ്വർ എറിഞ്ഞ അടുത്ത ഓവറിൽ പറഞ്ഞത് 12 റൺസ്. മില്ലർക്ക് ആ ഓവറിൽ 2 സിംഗിളുകൾ എടുക്കാനേ സാധിച്ചുള്ളൂ. 18 ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ 151. വിജയിക്കാൻ 12 പന്തിൽ 25 റൺസ് വേണം. നിർണായകമായ 19-ാം ഓവർ എറിയാനെത്തിയ റാസിഖ് സലാമിനെ സ്റ്റെപ്സ് ബൗണ്ടറിയോട് സ്വീകരിച്ചെങ്കിലും റാസിഖ് ആ ഓവറിൽ കംബാക്ക് നടത്തി. ആ ഓവറിലും പിറന്നത് 10 റൺസ് മാത്രം. അഥവാ അവസാന ഓവറിൽ വേണ്ടത് 15 റൺസ്. ചിന്നസ്വാമി ആവേശത്തിൻ്റെ മുൾമുനയിൽ നിന്ന നേരം. നിർണായകമായ ഓവർ എറിയാൻ രജത് പട്ടീദാർ റൊമാരിയോ ഷെഫേഡിനെ പന്തേൽപ്പിച്ചു. ആദ്യ പന്ത് ഔട്ട്സൈഡ് ലെഗ് സ്റ്റംപിലേക്ക്. പക്ഷേ മില്ലർക്കത് കണക്ട് ചെയ്യാനായില്ല. കിട്ടിയത് 1 റൺസ്. അടുത്ത പന്തിൽ സ്ട്രൈക്കിലുള്ളത് ടച്ചിലുള്ള ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണ്. പക്ഷേ ആ പന്തിലും കിട്ടിയത് ഒരേ 1 റൺസ്. മില്ലർ വീണ്ടും ക്രീസിൽ. 4 പന്തിൽ 13 റൺസ് എന്ന വിജയലക്ഷ്യം മില്ലറെ തുറിച്ചു നോക്കുന്നു. ചിന്നസ്വാമിയിലെ RCB പട ആഘോഷം തുടങ്ങി. 3-ാം പന്ത് ഷെഫേഡ് എറിഞ്ഞത് ഒരു ലോ ഫുൾ ടോസ് ആണ്. ആ പന്ത് കയ്യിൽ നിന്നും പോയതേ ഷെഫേഡിന് ഓർമ്മയുള്ളൂ. അവസരം കാത്തുനിന്ന മില്ലർ ഗാലറിയിലേക്ക് പന്തിനെ ഊർത്തിറക്കി. ഇനി ജയിക്കാൻ വേണ്ടത് 3 പന്തിൽ 7 റൺസാണ്. കളി എങ്ങോട്ടും തിരിയാം. മില്ലർക്ക് നേർക്ക് പന്തെറിയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഷെഫേഡ് ഇക്കുറി ഔട്ട്സൈഡ് ഓഫിലേക്കാണ് പന്തെറിഞ്ഞത്. മില്ലർ പതറിയില്ല. കൂളായി നിന്ന് ഇടങ്കൈ കറക്കിയൊരു ലോഫ്റ്റ് ഡ്രൈവ്. ആ പന്ത് ഗാലറിയിൽ പതിക്കുമ്പോൾ ചിന്നസ്വാമി അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി. തൻ്റെ നേരെ വന്ന അടുത്ത ഫുൾ ടോസ് പന്തും ഈസിയായി മില്ലർ ബൗണ്ടറിയിലേക്ക് പറത്തുമ്പോൾ അഭിനന്ദിക്കാൻ ട്രിസ്റ്റൻ സ്റ്റബ്സ് ഓടിയെത്തി. ഡേവിഡ് മില്ലർ എന്നും അങ്ങനെയാണ്. പലപ്പോഴും നാം മറന്നുപോകുന്ന എന്നാൽ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അത്ഭുതമാണ് ഡേവിഡ് മില്ലർ. എല്ലാം അവസാനിച്ചുവെന്ന് കരുതുമ്പോൾ ഇനി ആരുമില്ലെന്ന് വരുമ്പോൾ ക്രീസിലേക്ക് നടന്നെത്തുന്ന ഒരു രക്ഷകൻ. നീണ്ട 13 വർഷക്കാലമായി IPLൽ കളിക്കുന്ന മില്ലറുടെ കരിയറിൽ കയറ്റവും ഇറക്കവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 37 വയസ്സിന് അരികെ നിൽക്കുമ്പോഴും അയാളെ ലേലത്തിൽ വാങ്ങാൻ ആളുള്ളതും അയാളിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ്. തീർന്നെന്ന് കരുതി എടുത്തു നിന്നും അയാൾ പലകുറി തിരിച്ചു വന്നിട്ടുണ്ട്. 2021-ൽ രാജസ്ഥാൻ റോയൽസ് അയാളെ റിലീസ് ചെയ്യുമ്പോൾ മില്ലർ ഏതാണ്ട് തീർന്നെന്ന് എല്ലാവരും കരുതിയതാണ്. പക്ഷേ തൊട്ടടുത്ത സീസണിൽ ഗുജറാത്തിൽ കണ്ടത് തീപ്പൊരി മില്ലറെയാണ്. ആ സീസണിൽ 68 ആവറേജിൽ 487 റൺസ് അടിച്ചുകൂട്ടിയ മില്ലർ ഗുജറാത്തിനെ കന്നി കിരീടത്തിലേക്ക് നയിച്ചു.
അതിൽ തന്നെ പ്രസിദ്ധ് കൃഷ്ണയെ അവസാന ഓവറിൽ 3 തുടർ സിക്സറുകൾ അടിച്ച് മില്ലർ ഗുജറാത്തിനെ ഫൈനലിലെത്തിച്ച ഇന്നിംഗ്സിൻ്റെ വീര്യം വേറെ തന്നെയായിരുന്നു. ഒരുപാട് നേരം ക്രീസിൽ നിൽക്കാനോ ലോങ് ഇന്നിംഗ്സുകൾക്കോ മില്ലർക്ക് അവസരമുണ്ടാകാറില്ല. ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിലും ചേസിംഗ് ചെയ്യുകയാണെങ്കിലും കുറഞ്ഞ പന്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നതാണ് അയാളുടെ ജോലി. ദക്ഷിണാഫ്രിക്കൻ ടീമിലും അയാൾ അങ്ങനെ തന്നെ. തന്നോടൊപ്പം കളിച്ചവരും ശേഷം തുടങ്ങിയവരുമായ പലരും കളി മതിയാക്കിയിട്ടും മില്ലർ ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പമുണ്ട്. ടീം ആകെ തകരുമ്പോൾ മുളച്ചുപൊന്തുന്ന ചിറകുകളുണ്ട് അയാൾക്ക്. 2023 ഏകദിന ലോകകപ്പിൻ്റെ സെമിയിൽ 24-ന് 4 വിക്കറ്റുകൾ പോയ ദക്ഷിണാഫ്രിക്കയെ സെഞ്ചുറിയുമായി പൊരുതാവുന്ന സ്കോറിലെത്തിച്ചത് മില്ലറാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ന്യൂസിലാൻഡ് ഉയർത്തിയ 362 റൺസ് പിന്തുടരുമ്പോൾ 67 പന്തിലെ തകർപ്പൻ സെഞ്ചുറിയുമായും അയാളുണ്ടായിരുന്നു. 2024 T20 ലോകകപ്പ് ഫൈനലിൽ മില്ലറെ സൂര്യകുമാർ ബൗണ്ടറിക്കരികെ പിടികൂടും വരെ ഇന്ത്യൻ ആരാധകർ വിജയം ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. ഡേവിഡ് മില്ലർ പരാജയപ്പെടാൻ വിസമ്മതിക്കുന്ന എന്നാൽ ദൗർഭാഗ്യങ്ങൾ ഏറെയുള്ള ഒരു മനസ്സിൻ്റെ അടയാളമാണ്. സ്റ്റേഡിയത്തിലെ വിളക്കുകൾ അണയുമ്പോൾ, ആവേശം കെട്ടടങ്ങുമ്പോൾ ആ പേരും ഓർമ്മിക്കപ്പെടും.